بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. الصالحات قانتات حافظات للغيب بما حفظ الله. واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധികൾ, കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവ കഴിയുന്നത്ര പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. സമൂഹത്തിൽ പല സ്ഥാപനങ്ങളും നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അവധിയില്ലാത്ത, ലീവ് കൊടുക്കാത്ത സമൂഹത്തിലെ മഹത്തായ ഒരു സ്ഥാപനമാണ് കുടുംബം. മനുഷ്യരായ എല്ലാവരും തങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നത് കുടുംബജീവിതത്തിലൂടെയാണ്. കുടുംബാന്തരീക്ഷം പ്രശ്നകലുഷിതമാണെങ്കിൽ അത് സമാധാനപൂർണമല്ല എങ്കിൽ മനുഷ്യന് ഒരു ശാന്തിയും സ്വസ്ഥതയും ജീവിതത്തിൽ ലഭിക്കുകയില്ല എന്നും നമുക്കറിയാം. എന്നാൽ സമാധാനവും ശാന്തിയും പരസ്പര സ്നേഹവും കുടുംബജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. ഈ ശാന്തി കുടുംബജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ കുടുംബം നിയന്ത്രിക്കുന്ന കുടുംബനാഥനും കുടുംബിനിയും ഒരുപോലെ അവരുടെ അവകാശങ്ങൾ, അവരുടെ ബാധ്യതകൾ, കടമകൾ നിർവഹിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്.
അവ നിർവഹിക്കുന്നതിലൂടെ മാത്രമേ കുടുംബജീവിതത്തിൽ ശാന്തി ലഭിക്കുകയുള്ളൂ. ഭർത്താവ് എന്ന നിലക്ക് കുടുംബനാഥൻ അവന്റെ കടമകൾ പരിപൂർണമായി നിർവഹിച്ചു കഴിഞ്ഞാൽ, ഭാര്യ കുടുംബനാഥ അവളുടെ ബാധ്യതകളും കടമകളും പരിപൂർണമായി നിർവഹിച്ചു കഴിയുകയാണെങ്കിൽ സ്വസ്ഥമായ, സമാധാനപൂർണമായ, ശാന്തമായ, മനുഷ്യൻ എന്നെന്നും നിലനിൽക്കണമേ എന്നാഗ്രഹിക്കുന്ന കുടുംബ ജീവിതം യാഥാർത്ഥ്യമാകുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലൂടെയും അവിടുന്ന് വളർത്തിയെടുത്ത ഉത്തമ ശിഷ്യഗണങ്ങളായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കുടുംബജീവിതത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിനും അതിന് ഒരു മേൽനോട്ടക്കാരൻ പ്രധാനമായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന പോലെ തന്നെ ഒരിക്കലും ലീവ് അനുവദിക്കാത്ത, അത് കിട്ടാത്ത സമൂഹത്തിലെ കുടുംബമായ മഹാസ്ഥാപനത്തിന്റെ അതിന്റെ നിയന്ത്രണം ഇസ്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഭർത്താവിന് തന്നെയാണ്. കുടുംബജീവിതത്തിലെ നായകനാണ് പുരുഷൻ. കാരണം കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും സാമ്പത്തികമായ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്ലാം പുരുഷന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا الرجال قوامون على النساء. നിശ്ചയമായും പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. ഖവ്വാമൂൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണാധികാരമുള്ളവരാണ്, അല്ലെങ്കിൽ സംരക്ഷണോത്തരവാദിത്തമുള്ളവരാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. രണ്ട് കാരണങ്ങൾ അള്ളാഹു അതിനെ വിശദീകരിക്കുന്നുണ്ട്. സ്ത്രീകളെക്കാൾ കൂടുതലായി പുരുഷന് അള്ളാഹു നൽകിയ ചില പ്രത്യേകതകൾ, സവിശേഷതകൾ, ശാരീരികമായി മാനസികമായി ഭാരങ്ങൾ ഏറ്റെടുക്കാനും കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള മനക്കരുത്തും പൗരുഷവുമൊക്കെ പ്രത്യേകമായി അവർക്ക് അള്ളാഹു നൽകിയതിനാൽ. രണ്ടാമതായി പറയുന്നത് വബിമാ അൻഫഖു, കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ചുമതലയും അവർ നിർവഹിക്കേണ്ടതിനാൽ ചെലവഴിക്കേണ്ടവര് പുരുഷന്മാരാണ് എന്നതാണ്. പുരുഷന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ നിന്നായിരിക്കണം കുടുംബം പോറ്റേണ്ടത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികളെ ഒരു അധീനത്താക്കാൻ വേണ്ടി രക്ഷിതാക്കൾ പെടാപ്പാടുപെടുകയാണ്. അവർക്ക് അവിടെ ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള സമ്പത്തും പൊന്നും പണ്ടവും എല്ലാം നൽകി കെട്ടിച്ചയക്കുന്ന ഇസ്ലാമികമായ അല്ലാത്ത രീതിയാണ് നാട്ടിൽ ഏറെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം വരാൻ വിശ്വാസികളായ ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പുരുഷന്റെ മേൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ രണ്ട് ബാധ്യതകൾ, സ്ത്രീയെ പരിപൂർണമായി സംരക്ഷിക്കുക, സംരക്ഷണ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ അവരുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവനാണ് പുരുഷൻ. സാമ്പത്തികമായ എല്ലാ ബാധ്യതയും ചെലവഴിക്കാനുള്ള അധികാരവും അതിനുള്ള അവകാശവും പുരുഷനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്ത്രീകളെ എല്ലാ ഘട്ടത്തിലും പുരുഷൻ എന്നത് തന്നെയാണ്. വിവാഹം തന്നെ ഒരു പരിപൂർണമായ ഏറ്റെടുപ്പാണ്. ഒരു ഏറ്റെടുക്കലും ഏൽപ്പിച്ചു കൊടുക്കലുമാണ് വിവാഹം. കുടുംബ ജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. ഭാര്യാപിതാവ് ഭർത്താവിന്റെ കൈപിടിച്ച് പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട്, എന്റെ മകളെ ഇതാ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ, പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിത സഖിയെ, കുടുംബിനിയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കുടുംബനാഥയെ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ ഏറ്റെടുക്കലും ഏൽപ്പിച്ചു കൊടുക്കലും അള്ളാഹുവിന്റെ നാമത്തിലും അവന്റെ അമാനത്തായിക്കൊണ്ടുമാകുമ്പോൾ അതിന് ഉത്തരവാദിത്വം കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ദാമ്പത്യ ബന്ധം നിലനിൽക്കുകയാണെങ്കിലും, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ ഭാര്യയെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിലും വിവാഹമോചന സമയത്ത് പോലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്.
ഖുർആൻ അത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ കുട്ടികൾക്ക് മുലയൂട്ടേണ്ട ബാധ്യത പുരുഷന്റെ ചെലവിന് കീഴിലാണെന്നാണ്. ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കേണ്ടത് പുരുഷന്റെ പരിപൂർണമായ ചെലവിന് കീഴിലാണ്. മേൽനോട്ടം വഹിക്കേണ്ടവൻ പുരുഷനാണ്. ആ വിഷയത്തിൽ നിങ്ങൾ കൂടിയാലോചിക്കണം. മുലയൂട്ടുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. മുലയൂട്ടൽ വാരവും ദിവസവും ഒക്കെ ആചരിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം നാട്ടുകാരെയും ലോകരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് എമ്പാടും പ്രാധാന്യപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാണ് തന്റെ മകന് മുലയൂട്ടുന്ന സ്ത്രീക്ക് മാന്യമായ ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നുള്ളത്. വിവാഹമോചിതകളായ സ്ത്രീകളെ കുറിച്ചാണ് ഈ സംസാരം. വിവാഹമോചിതകളായ സ്ത്രീകൾക്ക് പോലും അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, നിങ്ങളുടെ കഴിവ് പ്രകാരമുള്ള താമസ സ്ഥലങ്ങളിൽ അവരെ നിങ്ങൾ പാർപ്പിക്കുക. വലാ തുദാറൂഹുന്ന ലിതുളയ്യിഖു അലൈഹിന്ന, ഒരിക്കലും അവരുടെ മേൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാക്കരുത്. വഇൻ കുന്ന ഊലാതി ഹംലിൻ ഫഅൻഫിഖു അലൈഹിന്ന ഹത്താ യലഅന ഹംലഹുന്ന, നിങ്ങൾ വിവാഹമോചനം ചെയ്ത സ്ത്രീ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ ഫഅൻഫിഖു അലൈഹിന്ന ഹത്താ യലഅന ഹംലഹുന്ന, പ്രസവിക്കുന്നതുവരെ അവരുടെ മേൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞുകൊണ്ടുവരുന്നത് ശരിക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് എല്ലാവിധത്തിലുമുള്ള ചെലവ്, ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ പാർപ്പിടവും. ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതില്ല. അതാണ് ചില ഫിഖിന്റെ കിതാബുകളിലൊക്കെ ഫിഖിന്റെ കിതാബുകളിലൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത പുരുഷനില്ല. ഖുർആനിലെ ആയത്ത് കാണൂല. പക്ഷേ ഈ കാര്യങ്ങൾ പ്രധാനമായ കാര്യങ്ങളാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ പരിപൂർണമായ സംരക്ഷണോത്തരവാദിത്വം, ആ ചുമതല പുരുഷന്റെ മേലിലാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ സമൂഹത്തോട് നൽകിയ വസിയത്തിൽ പ്രാധാന്യപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുണർത്തിയ ഒരു കാര്യമാണ് അന്നിസാ, അന്നിസാ, ഈ സമൂഹത്തിലെ സ്ത്രീകളുടെ കാര്യം. പുരുഷന്മാരെ, അവരുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം എന്നതാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് ഭാര്യയായി, നിങ്ങളുടെ സഹധർമ്മിണിയായി, ജീവിത സഖിയായി നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് വിവാഹത്തിലൂടെ ബിഅമാനത്തില്ല, അല്ലാഹുവിന്റെ ഒരു അമാനത്ത് എന്ന നിലക്കാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ വചനത്തിന്റെ പേരിലാണ് അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്ക് നിയമാനുസൃതമായി അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ളത്. പടച്ച തമ്പുരാന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. അന്യയായിരുന്ന ഒരു സ്ത്രീ നിങ്ങൾക്ക് അനുവദനീയയായിട്ടുള്ളത് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ പേരിൽ ഒരു അമാനത്ത് എന്ന നിലക്ക് നിങ്ങൾ അവരെ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ശ്രദ്ധിക്കണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. നോക്ക് നിങ്ങൾ അതിന്റെ ഗൗരവം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി. മുആവിയ അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു വിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഭർത്താവ് എന്ന നിലക്ക് എന്റെ ഭാര്യക്ക് ഞാൻ കൊടുക്കേണ്ട അവകാശങ്ങൾ? ഭർത്താവ് എന്ന നിലക്ക് എന്റെ ഭാര്യക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? എന്റെ മേൽ എന്തൊക്കെ ബാധ്യതകളുണ്ട്? ഖാല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുതഇംഹാ ഇദാ തഅംത, നീ ഭക്ഷിച്ചാൽ അവളെ നീ ഭക്ഷിപ്പിക്കണം. ഭർത്താവ് മാന്യമായ നല്ല നിലയിലുള്ള ഭക്ഷണം കഴിക്കുകയും സ്ത്രീകൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടട്ടെ എന്ന നിലക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമികമായ രീതിയും ചിന്തയുമല്ല. നമ്മൾ നല്ല
ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഭക്ഷണം തന്നെ അവരെ കഴിപ്പിക്കണം. നമ്മൾ വീട്ടിലില്ല, പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, നമുക്ക് VIP ഫുഡ് കിട്ടും. എന്നാൽ നമ്മുടെ ഭാര്യമാരെ ആ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കാതിരിക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞു, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവരെയും നിങ്ങൾ മുന്തിയ മാന്യമായ വസ്ത്രം ധരിപ്പിക്കണം. നിങ്ങൾക്ക് നല്ല വസ്ത്രം ആവശ്യമാണ് എന്ന പോലെ തന്നെ മാന്യമായ വസ്ത്രം നിങ്ങൾ അവർക്കും നൽകണം. വലാ തളിരിബിൽ വജ്ഹ, നിങ്ങൾ അവരുടെ മുഖത്തടിക്കരുത്. നോക്ക്, സ്ത്രീകൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു. കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ, ഭാര്യമാര്, സ്വന്തം ജീവിത സഖികളെ, ഇണകളെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണുങ്ങളെ അവർ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവങ്ങൾ എന്ന വണ്ണം കാണാൻ കഴിയുന്നു. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കർശനമായി കൃത്യമായി ഈ കാര്യങ്ങൾ എങ്ങനെ പെരുമാറണമെന്നും പാലിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വലാ തളിരിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന ഭാഗം മുഖം, അതുപോലെ തന്നെ നെഞ്ഞ്, വയറ്, ഇങ്ങനെ പെട്ടെന്ന് അപകടങ്ങൾ പറ്റാവുന്ന വിധത്തിലുള്ള പ്രഹരങ്ങൾ ഒരിക്കലും അവരെ നിങ്ങൾ ഏൽപ്പിക്കരുത്. വലാ തുഖബ്ബിഹ്, ഒരിക്കലും നിങ്ങൾ അവരെ ചീത്ത പറയരുത്. സ്വന്തം ഭാര്യയെ ചീത്ത പറയരുത്, ശകാരിക്കരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചീത്ത വാക്കുകൾ ഒരിക്കലും അവരോട് നിങ്ങൾ പറഞ്ഞു പോകരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, അതുപോലെ തന്നെ അവളെ നിങ്ങൾ വെടിഞ്ഞു നിൽക്കരുത്. നിങ്ങളെ ജീവിതത്തിലെ കൂട്ടുകാരിയായി കൊണ്ടുവന്ന സ്ത്രീകളെ ഇണയുമായി നിങ്ങൾ വെടിഞ്ഞു നിൽക്കരുത് എന്നാണ് റസൂലിന്റെ ഉപദേശം. ഇല്ലാ ഫിൽ ബൈത്ത്, കിടപ്പറയിൽ ഒഴികെ. ചില സന്ദർഭങ്ങളിലൊക്കെ അവരെ മര്യാദ പഠിപ്പിക്കാനോ അതുപോലെ തന്നെ അങ്ങനെ ചെയ്യേണ്ട അനിവാര്യമായ സാഹചര്യങ്ങളിലോ ഒഴികെ കിടപ്പറയിലല്ലാതെ നിങ്ങൾ അവരെ വെടിഞ്ഞു നിൽക്കരുത് എന്നാണ്. നിങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ട് ആയിരിക്കണം അവരെ വെടിയേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്രകളിൽ ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. 2, 3, 4, 5 ഒക്കെ ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രകളിൽ പോലും പ്രവാചകൻ സ്വപത്നിമാരെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. ആരാണ് പോരേണ്ടത് എന്ന കാര്യം റസൂലുള്ളാഹി നറുക്കെടുത്ത് തീരുമാനിക്കുകയായിരുന്നു പതിവ് എന്ന് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. പ്രവാസികളായ ഇവിടെ കുടുംബമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ കാര്യം മറ്റൊരു വിഷയമാണ്. അത് വേറെ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീടുകളിലല്ലാതെ നിങ്ങൾ അവരെ വെടിയരുത് എന്നാണ്. മാത്രമല്ല, ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് അടിക്കുകയും ശകാരിക്കുകയും അവരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും സ്വൈര്യം കെടുത്തുകയും ചെയ്യുന്ന ഭർത്താവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പ്രവാചകനോട് പരാതി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി അവരെ ഗുണദോഷിച്ചതും ഉപദേശിച്ചതും ഒക്കെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതിനൊക്കെ ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ ആയിഷ പറയുകയാണ്, അന്നഹാ ഖാലത് മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഇംറഅതൻ ഖത്തു, പ്രവാചകൻ തന്റെ കൈകൊണ്ട് ഒരു സ്ത്രീയെയും അടിച്ചിട്ടില്ല. അവിടുത്തെ ഭാര്യമാരെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ ഖാദിമൻ, പ്രവാചകന്റെ ഒരു വൃത്യനെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. വലാ ദറബ ശൈഅൻ ഖത്തു, ഒന്നിനെയും പ്രവാചകൻ അടിച്ചിട്ടില്ല. ഇല്ലാ അൻയുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലല്ലാതെ. ആരെയെങ്കിലും പ്രവാചകൻ നോവിച്ചിട്ടുണ്ടെങ്കിൽ, അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യുദ്ധാവസരങ്ങളിലല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇങ്ങനെ സ്വന്തം പത്നിമാരെ, സഹധർമ്മിണികളെ, ജീവിത സഖികളെ അന്യായമായി ദ്രോഹിക്കുകയും മർദ്ദിക്കുകയും അതുപോലെ ശകാരിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് നോക്കൂ. ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ പെണ്ണുകൊണ്ട് ഒരു പെണ്ണ് ആവലാതി ബോധിപ്പിച്ചു. ശക്കത്ത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ ലറബ സൗജുഹാ,
ഭർത്താവ് പീഡിപ്പിച്ച ഒരു പെണ്ണ് പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ആവലാതി ബോധിപ്പിക്കുകയാണ്. ഖാലലിൽ സൗജ്, ഭർത്താവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, യലില്ലു അഹദുക്കും യലിരു ഇംറഅതുഹു ദർബൽ അബ്ദി, നിങ്ങളിൽ ഓരോരുത്തരും, നിങ്ങളിൽ ചില ആളുകൾ അടിമകളെ മർദ്ദിക്കുന്നത് പോലെ, അടിക്കുന്നത് പോലെ സ്വന്തം ഭാര്യമാരെ അടിക്കുന്നു. സുമ്മ യലില്ലു യുആനിഖുഹാ വലാ യസ്തഹി, അടിക്കുകയും ഇടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇണകളെ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ അവരുമായി ആലിംഗനം ചെയ്യുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. വലാ യസ്തഹി, നാണമില്ലേ നിങ്ങൾക്ക് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരോട് പ്രതികരിച്ചത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സ്ത്രീകളെ അവരുടെ എല്ലാ സാമ്പത്തികമായ ചെലവും വഹിച്ചുകൊണ്ട്, ചെലവിന് നൽകിക്കൊണ്ട് പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ചില ഭർത്താക്കന്മാർ പിശുക്കന്മാരായിട്ടുണ്ടാവും. അത്യാവശ്യങ്ങൾ വരെ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുക. ഒരുപാട് തവണ ഫോൺ ചെയ്താലും അവർക്ക് കിട്ടേണ്ട അത്യാവശ്യമായ അവകാശങ്ങൾ പോലും നൽകാത്ത ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ പിശുക്കന്മാരായ ഭർത്താക്കന്മാർ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ പ്രവാചകനോട് ആവലാതിപ്പെട്ട സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. നോക്കുക നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന ഹിന്ദ ബിന്ത് ഉത്ബ, ഉത്ബയുടെ മകൾ ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യയാണ്. റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് ആവലാതി ബോധിപ്പിക്കുന്നത് നോക്കൂ. ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, അല്ലാഹുവിന്റെ റസൂലേ, അബൂ സുഫിയാൻ പിശുക്കനാണ്. വലൈസ യുഅ്തീനി വവലദി ഇല്ലാ മാ അഖദ്തു മിൻഹു വഹുവ ലാ യഅലം, എനിക്കോ എന്റെ കുട്ടികൾക്കോ ചെലവിന് അദ്ദേഹം തരുന്നില്ല, അദ്ദേഹം അറിയാതെ ഞാൻ എടുക്കുന്നതൊഴികെ, എന്റെ ഭർത്താവ് അറിയാതെ ഞാൻ എടുക്കുന്നതൊഴികെ വേറൊന്നും എനിക്ക് ചെലവിന് കിട്ടുന്നില്ല റസൂലേ, അദ്ദേഹം മഹാപിശുക്കനാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ഖുദീ മാ യക്ഫീകി വവലദികി, നിന്റെ കുട്ടികൾക്കും നിനക്കും വേണ്ടതൊക്കെ നീ എടുത്തോളൂ എന്നാണ് പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്. അപ്പോ ഒരു ഭാര്യ തന്റെ ആവശ്യങ്ങൾ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് അവൻ നൽകുന്നില്ലെങ്കിൽ നിർവഹിക്കാൻ എടുക്കുന്നതിന് വരെ വിരോധമില്ല, അവൻ അറിയാതെ തന്നെ അത് എടുക്കാം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം തന്റെ കടമ, ഭർത്താവ് എന്ന നിലക്ക് തന്റെ കടമ നിർവഹിക്കുന്നില്ലല്ലോ എന്നതാണ്. മാത്രമല്ല, ഇങ്ങനെ മനുഷ്യൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ എല്ലാ സമ്പത്തും അവന് ധർമ്മമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന എല്ലാ സമ്പത്തും ധർമ്മമാണ്. മാത്രമല്ല, തന്റെ കുടുംബത്തെ പോറ്റാൻ അവന് ചെലവഴിക്കുന്ന സ്വത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്, പ്രതിഫലാർഹമായത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, നിങ്ങളുടെ കുടുംബം പോറ്റാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സ്വത്ത്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം കൂടുതൽ കിട്ടുന്നതും അള്ളാഹുവിന്റെ അരികിൽ അഅ്ലമുഹാ അജ്റൻ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹാ ഫീ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന സ്വത്താണ് എന്ന്. മറ്റൊരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്, വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഈ മക്കളെ പോറ്റാൻ, കുടുംബം പോറ്റാൻ നീ ചെലവഴിക്കുന്ന എല്ലാ സ്വത്തിനും, നിനക്ക് സമ്പത്തിനും അല്ലാഹുവിന്റെ അരികിൽ കൂലി ഉണ്ടാകും. നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ചോറിന്റെ ഉരുളക്ക് പോലും, ഒരു ചെറിയ റൊട്ടി കഷ്ണത്തിന്റെ പോലും അല്ലാഹുവിന്റെ അരികിൽ നിനക്ക് കൂലിയുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം തങ്ങളുടെ സഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇവരെ നമ്മൾ പറഞ്ഞു വന്നത്, കുടുംബത്തിന്റെ പരിപൂർണമായ സംരക്ഷണ ചുമതലയും സാമ്പത്തികമായ ഉത്തരവാദിത്വവും ഭർത്താവിനാണ്. ഭർത്താവ് അത് നിർവഹിച്ചേ പറ്റൂ. അവന്റെ മേലൊരു ബാധ്യതയായി വിശുദ്ധ ഖുർആൻ, ഇസ്ലാം, അള്ളാഹു അത് ഏൽപ്പിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബം സ്നേഹപൂർണം, സമാധാനവും സന്തുഷ്ടവും നിറഞ്ഞതായി തീരണമെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ട മര്യാദയോടുള്ള സഹവർത്തിത്വവും സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളുമാണ്. അത് വളരെ പ്രാധാന്യപൂർവ്വം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ പ്രകൃതം തന്നെ അത്യന്തം ലോലമായതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിനെ നോവിക്കും.
അങ്ങനെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, കുത്തുവാക്കുകൾ, അതുപോലെ തന്നെ അവരെ നൊമ്പരപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും സമീപനങ്ങളും രീതികളും ഒക്കെ ഒഴിവാക്കേണ്ടത് ഭർത്താവ് എന്ന നിലക്ക് കുടുംബനാഥന്റെ ബാധ്യതയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹൂ ശൈഅ യജ്അലില്ലാഹു ഫീഹി ഖൈറൻ കസീറാ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ നിലയിൽ നിങ്ങൾ അവരോട് സഹവർത്തിക്കുക, കഴിഞ്ഞുകൂടുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, വല്ല കാര്യത്തിലും നിങ്ങളെ അവരെ നിങ്ങൾ വെറുക്കേണ്ടി വരികയാണെങ്കിൽ ഫഅസാ അൻ തക്റഹൂ ശൈഅൻ യജ്അലില്ലാഹു ഫീഹി ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ പടച്ചോൻ നിങ്ങൾക്ക് ഒരുപാട് നന്മ നൽകിയേക്കാം എന്ന് ഖുർആൻ പറയുന്നു. കുടുംബജീവിതം ശരിക്ക് അതൊരു അഡ്ജസ്റ്റ്മെന്റാണ്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് സ്നേഹിച്ച് പരസ്പരം ഒന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയുള്ളൂ എന്നതാണ്. മാത്രമല്ല സ്നേഹം നൽകണം എന്നുകൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരുമിച്ച് കൂടുന്നവരാണ് ഭാര്യയും ഭർത്താവും. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അരികിൽ അവർ വളരുകയാണ്. അങ്ങനെ തങ്ങളുടെ ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, തങ്ങളുടെ കളിക്കൂട്ടുകാരികളിൽ നിന്ന്, അടുത്ത ബന്ധുക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് അതുവരെ തങ്ങൾക്ക് കിട്ടിയിരുന്ന സ്നേഹവും അംഗീകാരവും ആദരവും ബഹുമാനവും ഒക്കെ എനിക്ക് ഇനി ഒരു മനസ്സിൽ നിന്ന്, ഒരേ ഒരു വ്യക്തിയിൽ നിന്ന്, അള്ളാഹുവിന്റെ പേരിൽ എന്നെ ഏറ്റെടുത്ത എന്റെ ഭർത്താവിൽ നിന്ന്, എന്റെ ജീവിത സഖിയിൽ നിന്ന് കിട്ടും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി നമ്മുടെ കൈയും പിടിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ഈ സ്ത്രീകൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് സ്നേഹം നൽകാൻ നമ്മൾ തയ്യാറാകണം. അത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം ഇങ്ങോട്ട് കിട്ടുന്ന ഒന്നാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ ജീവിതത്തിലൂടെ, അവിടുത്തെ ദാമ്പത്യ ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെ പരിശുദ്ധിയും അതിന്റെ തീവ്രതയും അതിന്റെ ആത്മാർത്ഥതയും പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് ജീവിത രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലൂടെയൊക്കെ വിശ്വാസികളായ നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥമായ സ്നേഹബന്ധം, അവർ തമ്മിലുള്ള ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ സാന്ദ്രതയും ആർദ്രതയും ഒക്കെ എത്രമാത്രമായിരുന്നു എന്ന് സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. മരിച്ചിട്ട് പോലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ധന്യമായ ജീവിതാനുഭവങ്ങളാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. പലപ്പോഴും ഖദീജ ബീവിയുടെ അനിയത്തി ഖാല ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ ഖദീജ ബീവിയുടെ അതേ ശബ്ദം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടു. ഖദീജ ബീവിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന സന്തോഷത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിയത്തിയെ സ്വീകരിച്ച കഥ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആയിഷ ബീവി അടുത്തുണ്ടായിരുന്നു. ആയിഷ ബീവിക്ക് ആത്മരോഷമുണ്ടായ അനുഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് കിഴവിയായിരുന്ന ആ പെണ്ണിന്റെ പേരിൽ നിങ്ങൾ ഇത്ര താല്പര്യമെടുക്കുന്നത് റസൂലേ എന്ന്. അവർക്ക് സ്ത്രീ സഹജമായി ഉണ്ടായ ഒരു ആത്മരോഷം പ്രകടിപ്പിച്ചതാണത്. എന്തുകൊണ്ട് നോക്കുക നിങ്ങൾ, അങ്ങനെ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ മനം നിറഞ്ഞ സ്നേഹത്തിന്റെ അടയാളങ്ങളായി ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ നിങ്ങളുടെ സഹധർമ്മിണികളോട് മാന്യമായി പെരുമാറുന്നവരാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ യോഗ്യനാര് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ പൊതുപ്രവർത്തനം കൊണ്ടല്ല, നമുക്ക് കിട്ടുന്ന സാമൂഹ്യ പ്രവർത്തനത്തിലെ അവാർഡ് കൊണ്ടല്ല, മൂപ്പര് നല്ല ആളാണ് എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ യോഗ്യന്മാരാരാണ് എന്ന് അളക്കാനുള്ള അളവുകോലും മാനദണ്ഡവും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് ഖിയാറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയുടെ അരികിൽ ഏറ്റവും ഉത്തമൻ ആരാണോ അവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
നമ്മുടെ ഭാര്യമാരോടാണ് ചോദിക്കേണ്ടത് നമ്മൾ നല്ലവരാണോ എന്ന്. അവരാണ് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, പ്രഖ്യാപിക്കുകയുണ്ടായി, വഅന ഖൈറുക്കും ലി അഹ്ലി, എന്നെ കുറിച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരോട്, എന്റെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി ഉത്തമമായി പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. നോക്കുക, നിങ്ങൾ കൊടുക്കാനുള്ളത് പരിപൂർണമായി കൊടുക്കുക. സ്നേഹം അത് കൊടുത്താൽ മാത്രം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതാണ്. ചില ഭർത്താക്കന്മാർ ഇങ്ങനെ പരാതിപ്പെടാറുണ്ട്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭാര്യ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നിങ്ങളോട് ചോദിക്കൂ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? സ്ത്രീകളെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബിനികളെ, നമ്മൾ അല്ലാഹുവിന്റെ പേരിൽ ഏറ്റെടുത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ ജീവിത സഖികളെ ആദരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഇക്റാം, മാ അക്റമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലൈൻ. മാന്യനായ ഒരു വ്യക്തിക്കല്ലാതെ സ്ത്രീകളെ ആദരിക്കാൻ കഴിയില്ല, നീചനായ ഒരാളല്ലാതെ അവരെ നിന്ദിക്കുകയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭർത്താവിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ്, നമ്മൾ അവരോട് നിർവഹിക്കേണ്ട കടമകളും ബാധ്യതകളുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, അവരുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഭാര്യയും ഭർത്താവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അനുസരിച്ച് സ്വന്തം ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു കുടുംബത്തിലേക്ക്, ഒരു അന്തരീക്ഷത്തിലേക്ക് വന്ന് ഒന്നായിത്തീരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയും അവരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറായാൽ മാത്രമേ ജീവിതാന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സുസ്ഥിതിയും ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ചിലപ്പോൾ ചിലർക്ക് നല്ലോണം സംസാരിക്കേണ്ടി വരും. ഭർത്താവ് നല്ലോണം സംസാരിക്കുന്ന ശീലക്കാരനായിരിക്കും, ഭാര്യയാണെങ്കിലോ മിതഭാഷിണിയായിരിക്കും. അപ്പൊ അധികമൊന്നും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മിതഭാഷിണിയായ ഭാര്യയുടെ അരികിൽ, സംസാരത്തിൽ താല്പര്യമില്ലാത്ത ഭാര്യയുടെ അരികിൽ ഇരിക്കാൻ ഭർത്താവിന് അധികം താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കുന്ന ആളുകളിലേക്ക്, കൂട്ടുകാരിലേക്ക് പുറത്തേക്ക് പോകും. അങ്ങനെയല്ല. അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇരുത്തി സംസാരിപ്പിക്കുന്നവരായിരിക്കണം. ഭാര്യ നല്ലോണം സംസാരിക്കുന്ന ശീലമുള്ളവളും ഭർത്താവ് മിതഭാഷിയുമാണെങ്കിൽ നേരെ മറിച്ചും അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഭർത്താവിന്റെ അവകാശം എന്ന നിലക്കത് അവർക്ക് നൽകേണ്ടതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് മണിക്കൂറുകളോളം പ്രവാചകൻ സംസാരിച്ചിരുന്നു എന്നതാണ് ഹദീസുകളിലൂടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, മുലാഅബത്തുർ റജുൽ ലി അഹ്ലിഹി സദഖ. ഒരു പുരുഷൻ തന്റെ സഹധർമ്മിണിയുമായി നടത്തുന്ന ഉള്ളു തുറന്ന, മനസ്സ് തുറന്ന സംസാരം, നിങ്ങളുടെ നർമ്മസല്ലാപങ്ങൾ, കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനങ്ങൾ നിങ്ങൾക്കൊരു ധർമ്മമാണ് എന്നാണ് റസൂൽ, ഒരു സദഖയാണ്, അതിന് കൂലിയുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അന്യോന്യം സംസാരത്തിന്റെയും സ്നേഹപ്രകടനങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നോക്കൂ, അവിടുന്ന് പറയുകയുണ്ടായി, യംബഗീ ലിർറജുലി അൻ യകൂന ഫീ അഹ്ലിഹി കസ്ബി. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, തന്റെ ഭാര്യയുടെ അരികിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഒരു കുട്ടിയെ പോലെയാകാൻ നോക്കട്ടെ എന്നതാണ്. അവൻ കുട്ടിത്വം സ്വീകരിക്കട്ടെ. അങ്ങനെ ലോലമായി, സൗമ്യമായി, സ്നേഹത്തോടെ തങ്ങളുടെ സഹധർമ്മിണികളോട് ഇടപഴകണം. ഐഫിൽ ഉൻസി വസ്സുഹൂല ഫഇദാ കാന ഫിൽ ഖൗമി കാന റജുല. പുറത്തേക്കിറങ്ങിയ അവൻ ആൺകുട്ടിയാകട്ടെ, പുറത്തേക്കിറങ്ങിയ അവൻ ആണാകട്ടെ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നത്. നോക്കുക നിങ്ങൾ, അവിടുന്ന് പറയുകയുണ്ടായി, സ്ത്രീകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് മാനസികോല്ലാസത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾ നൽകണം. ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂൽ, പ്രവാചകൻ ഇതിനൊക്കെ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എപ്പോഴും സീരിയസ് ആയി നിൽക്കുന്ന ഒരു രീതിയാകരുത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ പുരുഷനാണ്, ആണാണ്, എന്നിൽ പൗരുഷം നിറഞ്ഞു നിൽക്കണം, ആണത്വത്തിന്റെ അടയാളം എന്നിൽ കാണണം എന്ന നിലക്ക് ഗൗരവം സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ മക്കളെ
നിങ്ങൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നതിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപമകളും ഉദാഹരണങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കുക, നിങ്ങൾ ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് എത്യോപ്യയിൽ നിന്ന് വന്ന കായികാഭ്യാസികളായ ആളുകൾ അവരുടെ അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടി അനുവാദം ചോദിച്ചു. റസൂൽ അതിന് അനുമതി കൊടുത്തു. അങ്ങനെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്താണ് കായികാഭ്യാസ പ്രകടനം നടക്കുന്നത്. എല്ലാവരും അത് നോക്കിക്കാണുകയാണ്, താല്പര്യത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി. അവർക്ക് ഇങ്ങനെ ഒരു മാനസികോല്ലാസത്തിനുള്ള അവസരം കിട്ടുകയാണല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലാണപ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാതിലിന് മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കളി കാണാൻ വേണ്ടി റസൂലും ആയിഷ ബീവിയും ചെല്ലുന്നു. വാതിലിന്മേൽ പ്രവാചകന്റെ കൈ കുത്തി നിൽക്കുകയും നീട്ടിവെക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ അരികിൽ വന്ന് തോളോട് തോള് ചേർന്ന് നിന്ന് പ്രവാചകന്റെ കൈയിന്റെ മുകളിൽ ആയിഷ ബീവിയുടെ തല വെച്ചുകൊണ്ട് ചാരി നിന്ന് ഈ കളി ആസ്വദിക്കുന്ന ചരിത്രം സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട്. ഫയലഉ കഫഹു അലൽ ബാബ് വയമുദ്ദു യദഹു വതലഉ വജ്ഹഹ അലാ കത്ഫിഹി. അങ്ങനെയാണ് നിൽക്കുന്നത്. കളി കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കെ റസൂൽ ഇടക്ക് ചോദിക്കുന്നു, ആയിഷ, നിനക്ക് കളി കണ്ട് മതിയായിട്ടുണ്ടോ? കളി കണ്ട് മതിയായോ ആയിഷ? അപ്പൊ റസൂലിനോട് ആയിഷ ബീവി പറയുന്നില്ല, റസൂലെ കളി കണ്ട് മതിയായിട്ടില്ല. ആയിഷ ബീവി പിന്നെ പറയുന്നുണ്ട്, എനിക്ക് കളിയിലൊന്നും താല്പര്യമില്ലായിരുന്നു, ഞാൻ ആ കളിയോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നോ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പത്നി എന്ന നിലക്ക്, അവിടുത്തെ സഹധർമ്മിണി എന്ന നിലക്ക് എനിക്ക് തരുന്ന സ്നേഹവും അംഗീകാരവും ആദരവും റസൂലിന്റെ കയ്യിന്മേൽ തോളത്ത് തലവെച്ച് ചാരി നിന്നുകൊണ്ട് ഞാൻ അത് കണ്ട് ആസ്വദിക്കുകയാണ്. എനിക്ക് റസൂല് നൽകുന്ന ഈ സ്നേഹാദരവുകളും അംഗീകാരവും അവിടുത്തെ അനുയായികൾ സഹാബാക്കിറാം റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കൂടി കാണട്ടെ റസൂലിന്റെ അടുത്ത് എനിക്കുള്ള സ്ഥാനം എന്ന നിലക്ക് ഞാൻ കളി കണ്ട് മതിയായിട്ടില്ല എന്ന് പറഞ്ഞതാണ്. ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാന, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ പൂർത്തിയായ ആൾ അഹ്സനുഹും ഖുൽഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. വഅൽതഫുഹും ബിഅഹ്ലിഹി, തന്റെ സഹധർമ്മിണിയോട് ഏറ്റവും അലിവോടുകൂടി, ദയയോടുകൂടി, അനുകമ്പയോടുകൂടി, സ്നേഹത്തോടുകൂടി പെരുമാറുന്നവനാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ഭാര്യമാർക്ക് ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ നൽകാൻ ഭർത്താക്കന്മാരായ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ അടയാളമാണത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, സമൂഹത്തിൽ അവരെ അംഗീകരിക്കണം. നാലാളടിയിൽ അവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. നീ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായി എന്ന് പറയണം. എത്രയായാലും നമുക്ക് നന്നാവുകയില്ലല്ലോ. ഒരു നല്ല വാക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക, അവരെ സ്വഭാവത്തെ കുറിച്ച് പറയുക, ആൾക്കാർക്ക് ഇടയിൽ വെച്ച് നല്ലത് പറയുക, അതാണ് അംഗീകാരം. കൂട്ടുകാർക്ക് ഇടയിൽ വെച്ച്, ബന്ധുക്കൾക്കിടയിൽ വെച്ച്, പ്രിയപ്പെട്ടവർക്കിടയിൽ വെച്ച് അവരുടെ സ്വഭാവത്തെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുക. എന്തൊരു പിശുക്കന്മാരാണ് നമ്മൾ ആ കാര്യത്തിൽ. അവരുടെ പെരുമാറ്റത്തെ കുറിച്ച്, അവരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തെ കുറിച്ച് പക്ഷേ നമ്മൾ മിണ്ടുകയില്ല. ആ വിഷയത്തിൽ നമ്മൾ പിശുക്കന്മാരായി. ഇതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് സ്നേഹം ഉണ്ടാകാൻ ഉള്ള വഴി അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ പറച്ചുകളിലൂടെ, നിങ്ങളുടെ സംസാരത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, നിങ്ങൾക്ക് അവർ നൽകുന്ന സമ്മാനങ്ങളിലൂടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞ സംഭവങ്ങളാണ്. പക്ഷേ ആത്മാർത്ഥമായി മനസ്സിരുത്തി നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ സംഗതി ഇപ്പോൾ ഞാൻ പറയുന്നത്. ചിലപ്പോൾ എത്രയോ വിവാഹ കുത്തുബുകളിൽ ഇതുപോലെ തന്നെയുള്ള എത്രയോ ക്ലാസ്സുകളിലും ഉത്ബോധനങ്ങളിലും കേട്ട സംഗതി തന്നെയാണ്. നോക്കുക നിങ്ങൾ, ഇമാം അബൂദാവൂദ് നസായി റഹിമഹുമുള്ള അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആയിഷാ ബീവിയും റസൂലുള്ളാഹിയും ഓട്ട മത്സരം നടത്തിയിരുന്നു. നാളെ തന്നെ നിങ്ങൾ റോട്ടിൽ ഇറങ്ങി ഓടണമെന്നല്ല ഈ പറയണത്. പക്ഷെ ഇതല്ലാത്ത പല മത്സരങ്ങളും നമുക്ക് നടത്താം. ആരോഗ്യകരമായ പല മത്സരങ്ങളും നടത്താം. ഇപ്പൊ ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ഏതാണ്? ഖുർആൻ. അതുപോലുള്ളതും അല്ലാത്തതുമായ, അത് വിജ്ഞാന രംഗത്തുള്ള ഒരു മത്സരമാണ്. അല്ലാത്ത മത്സരങ്ങളുമാകാമെന്നാണ്. കായികമായ മത്സരങ്ങളാണ്.
നിങ്ങളുടെ സർഗ വാസനകൾ അതിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ ഇസ്ലാം അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? പാട്ടുകാരികളായ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പാടിപ്പിച്ചുകൂടാ? നല്ല പാടാൻ കഴിയുന്ന ഭർത്താക്കന്മാരെ കൊണ്ട് എന്തുകൊണ്ട് അവരുടെ പാട്ട് കേട്ട് നിങ്ങൾക്ക് ആസ്വദിച്ചുകൂടാ? ഇതൊക്കെ എന്നാ ഇനി നടക്കുക? ഇതൊക്കെ ദുനിയാവിൽ നടക്കേണ്ട കാര്യങ്ങളായിട്ടാണ് ഈ പറയുന്നത്. റസൂൽ ഇത് ഒരു ശരിക്ക് ഒരു സിംബോളിക്കലായ ഒരു കാര്യം പറഞ്ഞു തരികയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷാ ബീവിയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓട്ട മത്സരം നടത്തി. ആദ്യത്തിന് റസൂൽ തോറ്റു. കാരണം ആയിഷാ ബീവി അത്ര തടിച്ചിട്ടൊന്നുമില്ലായിരുന്നു, മെലിഞ്ഞിട്ടായിരുന്നു, ചെറിയ കുട്ടിയല്ല. പിന്നെ ആയിഷാ ബീവി വളർന്നു, വലുതായി, ശരീരമൊക്കെ പുഷ്ടിപ്പെട്ടു. അപ്പൊ വല്ലാതെ ഓടാൻ കഴിയാതെ വന്നപ്പോ പിന്നത്തെ ഓട്ട മത്സരത്തിൽ ആര് ജയിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. അപ്പൊ റസൂല് പറഞ്ഞു, ഹാദാ ബിതിൽക, അന്ന് നിന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമാണിത്. ഇതൊരു വെറും വാക്ക് മാത്രമല്ല, അന്ന് എന്നെ തോൽപ്പിച്ചതിന് പകരം വീട്ടി ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള സ്നേഹത്തിൽ ചാലിച്ചെടുത്ത എത്രയെത്ര അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നമ്മുടെ ഭാര്യമാർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരുന്നത് എന്നതാണ്. മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ അവരോട് കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ താഴ്മയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നന്മയോടുകൂടി അവരെ ഉപദേശിക്കുക, നന്മ അവരോട് നിങ്ങൾ ഉപദേശിക്കുക. സാരോപദേശങ്ങളിലൂടെ അവരെ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണമെന്നാണ്. കാരണം റസൂൽ പറഞ്ഞത്, ഫഇന്നൽ മർഅ ഖുലിഖത് മിൻ ളിലാ, ഒരു സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല്ലിനാലാണ്. പ്രവാചകൻ അതിനെ നമുക്ക് ഉപമിച്ചു തരികയാണ്. വാരിയല്ലിനാൽ വളഞ്ഞ വക്രതയോടുകൂടിയുള്ള അവസ്ഥയിലാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വാരിയല്ലിൽ ഏറ്റവും കൂടുതൽ വളവുള്ളത് ഏറ്റവും മുകളിലത്തെ വാരിയല്ലിനാണ്. ആ വാരിയല്ലിനെ നിവർത്താൻ നീ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. എന്നാൽ നീ നിവർത്താൻ ശ്രമിക്കാതെ വെറുതെ വിട്ടാൽ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? വാരിയല്ലാണ്. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ അതിനെ നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ നിവർത്തേണ്ടി വരും, നന്നാക്കേണ്ടി വരും. അതിനെന്ത് വേണം? നിങ്ങൾ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നന്നാക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്തൗസു ബിന്നിസാ, സ്ത്രീകളോട് നിങ്ങൾ നന്മ ഉപദേശിക്കുക എന്നതാണ്. മാത്രമല്ല, മതകാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ബാധ്യത പുരുഷന്റേതാണ്. ഇപ്പൊ അധിക കല്യാണം നടക്കെന്താണ്? കുട്ടികളെ ഇങ്ങനെ നോക്കി, എങ്ങനെയാ നല്ല സമ്പത്ത്, സുസ്ഥിതി കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സുഹൃത്തുക്കളൊക്കെ പറയും, അല്ല നല്ല ദീനീ ബോധമുള്ള, മതബോധമുള്ള കുട്ടികളെ, ദീനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയുന്ന സംസ്കാരമുള്ള കുട്ടികളുണ്ടല്ലോ പാടും, അതിനെ കല്യാണം കഴിച്ചുകൂടെ? അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാക്കുന്ന സാധനത്തിന് അധികം ആൾക്കാരും അതാ അതിന് കാരണം പറയും. അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഉണ്ടാക്കാലോ, ഞാനിപ്പോ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ, ഞാൻ ദീനില്ല ആളല്ലേ, അതുകൊണ്ട് ഭാര്യ എവിടുന്ന് ഏത് ഇതിൽ കൊണ്ടുവരാന്നാലും സമ്പത്തിന്റെ സുസ്ഥിതി നോക്കി കെട്ടിക്കൊണ്ടുവരും, ദീന് പിന്നെ ഉണ്ടാക്കാന്നാ പറയും. ശരിക്കും ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാവില്ല, സ്വഭാവം ഉണ്ടാവില്ല, വസ്ത്രധാരണ പോലും അതുവരെ ശീലിച്ചിട്ടുണ്ടാവില്ല. തലയിൽ തട്ടടാത്ത പെണ്ണാണ് എങ്കിൽ കല്യാണത്തിന് ശേഷം പിന്നെ പെട്ടെന്ന് തട്ടടാൻ ശ്രമിച്ചാൽ അത് പൊട്ടും. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നാക്കാൻ അവരെ ശ്രമിക്കണം, സാരോപദേശങ്ങളിലൂടെ ശ്രമിക്കണം. മാത്രവുമല്ല, ഭാര്യക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത പുരുഷന് തന്നെയാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ വലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖ് വൽ ആഖിബതു ലിത്തഖ്വാ. വഅമുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാൻ വേണ്ടി നീ കൽപ്പിക്കണം. നിസ്കാരം ദീനിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. നിസ്കരിക്കുന്നുണ്ടോ? ദീനുണ്ട് എന്നതാണ്. അങ്ങനെ അതിന് നീ ഉപദേശിക്കണം, കൽപ്പിക്കണം. ആ വിഷയത്തിൽ നീ ക്ഷമയവലംബിക്കണം. നിന്റെ കുടുംബാംഗങ്ങൾക്ക്, ഭാര്യക്ക്, മക്കൾക്ക് അങ്ങനെ ഈ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ നീ പരിശ്രമിക്കണം. നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല, പഠിച്ചോൻ പറയാം, നഹ്നു നർസുഖുക, ഞങ്ങളല്ലേ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. വൽ ആഖിബതു ലിത്തഖ്വാ, ഭക്തിയുള്ള ആളുകൾക്കാണ് അതിന്റെ ജീവിതത്തിന്റെ വിജയവും അനന്തരഫലവും ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
പിന്നൊരു കാര്യം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങണമെന്നാണ്. പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഏതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് ചില അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർക്ക് കിട്ടേണ്ട ന്യായപ്രകാരമുള്ള അവകാശങ്ങളായി ഖുർആൻ പറയുന്നത് എന്താണെന്നോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വഖാല ഇബ്നു അബ്ബാസ് ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിംറഅതി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ കമാ ഉഹിബ്ബു അൻ തതസയ്യനൽ മർഅതു ലി, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ. ലിഅന്ന അല്ലാഹ സുബ്ഹാനഹു തആല ഖാൽ, കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ഈ ആയത്താണ് അദ്ദേഹം ഓതുന്നത്, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അപ്പോ ഏതൊരു പുരുഷന്റെ സൗന്ദര്യത്തെക്കാളേറെ പുരുഷന്മാർക്ക് ഉണ്ടാകേണ്ടത് പൗരുഷമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സൗന്ദര്യവും അവർക്ക് ഉണ്ടാകേണ്ടതാണ്. ഏതൊരു ഭാര്യയും അവനവന്റെ കെട്ടിയോൻ ഭർത്താവ് മാന്യമായി വസ്ത്രം ധരിച്ച് സുന്ദരനും സുമുഖനുമായി നല്ല നിലയിൽ നടക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ ജീവിക്കുകയും വേണം. നമ്മുടെ ഭാര്യമാരോടുള്ള ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം ആ കാര്യം സംസാരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ആയിഷ ബീവി വീട്ടിലേക്ക് എന്നാൽ ആദ്യം എന്താ ചെയ്യുക? ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്താണ് ആദ്യമായി ചെയ്യാറ് എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ പല്ല് തേക്കും, മിസ്വാക്ക് ചെയ്യും, വൃത്തിയാക്കും. വീട്ടിൽ കയറിയ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ചുംബിക്കും. ഇത് പ്രവാചകന്റെ ഒരു പതിവായിരുന്നു എന്നാണ്. ചുംബനം എന്നത് ലൈംഗികതയുടെ മാത്രം പ്രകടനമായി നമ്മൾ കാണരുത്. ചുംബനം എന്നത് ലൈംഗികതയുടെ മാത്രം പ്രകടനമല്ല, ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ അത് പഠിപ്പിച്ചു. വീട്ടിലേക്ക് കയറി വരുമ്പോഴും വീട് വിട്ട് ജോലിക്ക് പോകുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സ്നേഹത്തിന്റെ അടയാളങ്ങളായ ചുംബനങ്ങൾ അത് വെറും ലൈംഗികതയുടെ മാത്രം പ്രതീകമായിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ആണുങ്ങൾക്കിടയിൽ തന്നെ അറബികൾക്കിടയിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ആലിംഗനവും ചുംബനവും വരവേൽക്കലും എതിരേൽക്കലും ഒക്കെ ശരിക്ക് സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. ശരിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്ന ആൾക്കാർ നമ്മളാണ് എന്നാണ് തോന്നുന്നത്. അത് വർത്താനത്തിലും അങ്ങനെയാണ്. ഇവിടെ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചിട്ട് നിർത്തുന്നില്ലല്ലോ, പിന്നെ അങ്ങനെ ചോദിക്കുകയാണ്. അവൻ ഓരോ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ അത് കാണാം. മലയാളത്തില് ഈ ഉപചാര വാക്കുകൾ ഇല്ലാഞ്ഞിട്ടാണെന്നറിയില്ല, ഏതായാലും നമ്മൾ അതിൽ പിശുക്കന്മാർ. എന്തൊക്കെയാ വർത്താനം, സുഖം തന്നെയല്ലേ, ഖലാസ് കഴിഞ്ഞു. നോക്കുക നിങ്ങൾ. എന്നാൽ ഇവിടെ ഒരുപാട് ദേശക്കാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സഹവസിക്കുന്നുണ്ടല്ലോ, അല്ലേ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ നോക്കി, ഇവർ കണ്ടാൽ പിന്നെ ഒരു മണിക്കൂർ തന്നെയാണ് വർത്താനം. ഉപചാരവാക്കാണ്, സ്നേഹപ്രകടനങ്ങളാണ്. ഇത് നടത്തണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഭാര്യമാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ മാത്രമല്ല, തന്റെ അനുചരന്മാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉപദേശിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകണം, മുടി ചീകണം, പല്ല് തേക്കണം, ഭംഗിയും വൃത്തിയും സ്വീകരിക്കണം എന്നിങ്ങനെ ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ബനൂ ഇസ്രായേലിയർ ഇതൊന്നും ചെയ്തിരുന്നില്ല, അതിനാൽ അവരുടെ ഭാര്യമാർ വ്യഭിചാരിണികളായി. ബനൂ ഇസ്രായേലിയർ ഇത്തരം ശുദ്ധി ജീവിതത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ട് അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ വിട്ട് വ്യഭിചാരിണികളായി പോയി എന്നതാണ്. അപ്പൊ ഒരു പുരുഷന്റെ ബാധ്യതയാണ് ഇത്, അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ഭാര്യയും ഭർത്താവും വന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പരസ്പരം ശകാരിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടുമാണ് വരുന്നത്. വൃത്തിഹീനമായ വേഷത്തിൽ ജട പിടിച്ച മുടിയോടുകൂടിയാണ് ഈ ഭർത്താവ് കടന്നു വരുന്നത്.
ഭാര്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഇയാളിൽ നിന്ന് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഇയാളിൽ നിന്ന്, റസൂലിനോടല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇയാളിൽ നിന്ന് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കോലം ചെയ്യലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് വൃത്തിയാക്കാൻ വേണ്ടി ചില ആളുകളെ ഏൽപ്പിച്ചു. മുടിയൊക്കെ ഒന്ന് വെട്ടി കുളിപ്പിച്ച് നഖമൊക്കെ മുറിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അയാൾ തൽക്കാലത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വേഷമൊക്കെ മാറ്റി വൃത്തിയോടുകൂടി കുളിപ്പിച്ച് വന്നപ്പോ ഭാര്യ ഇയാളെ കണ്ടിട്ട് അറിഞ്ഞില്ല. ആ സംഭവത്തിൽ പറയുന്നത് ഭാര്യ സ്വന്തം ഭർത്താവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല, അത്ര സുന്ദരനായിട്ടുണ്ട് ഡ്രസ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ആരാന്നറിയോ? നിന്റെ പുതിയാപ്പിളയാണത്, നിന്റെ ഭർത്താവാണിത്. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാൽ എന്റെ ആവശ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം. പിന്നെ ഈ ഭർത്താവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഈ ശീലം നിത്യമാക്കണം. ആണുങ്ങളായാൽ മനുഷ്യന്മാരായാൽ ഇതുപോലെ വൃത്തിയോടും വെടിപ്പോടും കൂടി നടക്കണമെന്ന്. അപ്പോ വൃത്തി സ്വീകരിക്കുക എന്നുള്ളത് ഭാര്യമാർക്ക് നൽകേണ്ട ഒരു അവകാശമായിക്കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് എന്നതാണ്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സന്തോഷവും ആനന്ദവും ഒക്കെ നിലനിൽക്കേണ്ട ഒരു രംഗമാണ് കിടപ്പറ, കിടപ്പുമുറിയിലെ കടമകൾ. അതിന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തരുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിന്റെ പ്രധാനമായ ഒരു രംഗം തന്നെയാണ് കിടപ്പറ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവുകയില്ല. മാത്രമല്ല, കിടപ്പറയിലെ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിന്റെ ഭദ്രതയും അടിത്തറയും നിലനിർത്തുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആണും പെണ്ണും മാനസികമായും ശാരീരികമായും ഒന്നാവുന്ന കിടപ്പറ, അതിലെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണമെന്ന്, അതിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. കിടപ്പറയുടെ സൗന്ദര്യവും അതിന്റെ അടുക്കും ചിട്ടയും അതിന്റെ മനോഹാരിതയും എപ്രകാരമാകണമെന്നതിന് ഇസ്ലാമിന് അതിൻ്റെതായ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിലനിന്നുകൊണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിലൂടെ, അവിടുത്തെ നിർദ്ദേശങ്ങളിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അടുക്കും ചിട്ടയും അലങ്കാരങ്ങളും കിടപ്പറയിൽ സ്വീകരിക്കണമെന്നതാണ്. പ്രവാചകൻ അത് ചെയ്യുകയും തന്റെ പത്നിമാരോട് അതിന് ഉപദേശിക്കുകയും ചെയ്തതായി എത്രയോ തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അവിടുത്തെ ഉപദേശങ്ങളിൽ രതിപൂർവ ലീലകളെക്കുറിച്ചും അതുപോലെ തന്നെ സംഭോഗാനന്തര ലീലകളെക്കുറിച്ചും അതേപോലെ തന്നെ രതിക്രീഡകളെക്കുറിച്ചും പ്രവാചകൻ കൃത്യമായി സംസാരിക്കുകയും നമുക്ക് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കിടപ്പറയിലുള്ള അനുഭൂതിയും ആനന്ദവും അത് പുരുഷൻ സ്ത്രീ ഈ രണ്ട് വ്യക്തികൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിലൂടെ മാത്രം ലഭ്യമാകുന്ന ഒന്നാണ് എന്നതാണ്. അതിൽ ഭർത്താവിന് അതിൻ്റെതായ റോൾ നിർവഹിക്കാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനഃശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ലൈംഗികാസക്തിയെ കടലിനോടും പുരുഷന്റെ ലൈംഗികാസക്തിയെ കരയോടുമാണ് താരതമ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് സ്ത്രീ അവരുടെ വികാരങ്ങൾ, അവരുടെ സ്വഭാവം, അവരുടെ പ്രകൃതി എന്താണെന്ന് അറിയുകയും അവരുടെ ആവശ്യങ്ങൾ അത് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ ഉണർത്തുകയുണ്ടായി, നിങ്ങളിൽ ഒരാൾ സ്ത്രീയുമായി ക്ഷയിക്കുമ്പോൾ അവൾക്ക് കുറെ ദാനമായി നൽകണമെന്ന്. നിങ്ങളുടെ സഹധർമ്മിണിയുമായി നിങ്ങൾ സഹശയനം നടത്തുമ്പോൾ നിങ്ങൾ ദാനമായി എമ്പാടും അവർക്ക് അങ്ങോട്ട് നൽകണം. അവിടുന്ന് പറയുകയാണ്, തന്റെ ആവശ്യം ആദ്യം പൂർത്തിയായാൽ പിന്നീട് ധൃതി കാണിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവളുടെ ആവശ്യവും അവൾക്ക് പൂർത്തിയാക്കി കൊടുക്കണം. ഇത് ഭർത്താവിന്റെ കടമയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അവകാശങ്ങൾ നിങ്ങൾ അങ്ങോട്ട് നൽകണമെന്നതാണ്. മാത്രമല്ല, ഈ കിടപ്പറയുടെ സ്വകാര്യതകൾ നിലനിർത്താൻ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി
ഈ സമൂഹത്തെ ഉണർത്തുകയുണ്ടായി. അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ വീട്ടിലെ വേലക്കാർക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണമെന്നത് തന്നെയാണ്. സ്വകാര്യ സമയങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅദിനുകുമുല്ലദീന മലക്കത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. വിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വേലക്കാരും അടിമകളും നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ആളുകളും ലം യബ്ലുഗുൽ ഹുലുമ വിവേകമെത്തിയിട്ടില്ലാത്ത ആളുകളും 3 സന്ദർഭങ്ങളിൽ പ്രത്യേകം അനുമതി വാങ്ങേണ്ടതുണ്ട് എന്നതാണ്. ഒരു കുടുംബത്തിന്റെ ഉള്ളിലുള്ള അനുവാദത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ. അപ്പോ കുടുംബനാഥന്റെയും കുടുംബനാഥയുടെയും സ്വകാര്യ വീട്ടിലേക്ക്, കിടപ്പറയിലേക്ക്, അവരുടെ മുറിയിലേക്ക് പ്രവേശനാനുമതി പ്രത്യേകം വാങ്ങണം. അല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. മക്കളും പ്രവേശിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വേലക്കാരും പ്രവേശിക്കാൻ പാടില്ല. ഒന്ന്, സുബ്ഹ് നമസ്കാരത്തിന്റെ മുമ്പുള്ള നേരം. രണ്ടാമത്തേത് വഹീന തലഊന സിയാബക്കും മിനൽ വഹീറ. ഉച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രം ഊരി വെച്ച് നിങ്ങൾ വിശ്രമിക്കുന്ന സമയം. മൂന്നാമത്തേത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ. ഇശാ നമസ്കാരാനന്തരം സലാസു ഔറാത്തിൽ ലക്കും. ഈ 3 സമയങ്ങളും നിങ്ങളുടെ സ്വകാര്യ സന്ദർഭങ്ങളാകുന്നു. അപ്പോ ഓരോ വീട്ടിലുമുള്ള കിടപ്പറകൾ സ്വകാര്യതകളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതിന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. മാത്രമല്ല വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും. നിങ്ങളുടെ കുട്ടികൾ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഫൽയസ്തഅദിനു കമസ്തഅദനല്ലദീന മിൻ ഖബ്ലിഹിം. അപ്പോ അവർ കിടപ്പറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേകം അനുമതി വാങ്ങണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കിടപ്പുമുറിയിലെ കടമകളായി, ഭർത്താവ് പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കടമകളായി കൊണ്ട് തന്നെയാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. മാത്രമല്ല ഭാര്യയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് അവരുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ചു നൽകേണ്ടതുണ്ട്. ഇത് നൽകാത്ത പല ആളുകളും ഉണ്ടായിരുന്നു. സഹാബി വര്യന്മാർക്കിടയിൽ തന്നെ അവർ പരസ്പരം ആ കാര്യങ്ങൾ ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതായി ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. രാത്രി മുഴുവൻ ഇബാദത്തുകളിലും ആരാധനകളിലും നിന്ന് നമസ്കാരങ്ങളിലും പകൽ മുഴുവൻ നോമ്പിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സഹാബിയെ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൂട്ടുകാരൻ ഉപദേശിച്ച കഥ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അബൂദർദാ റളിയല്ലാഹു അൻഹു ഭാര്യ വീട്ടിലുണ്ട്. പക്ഷേ അദ്ദേഹം ഭാര്യയുടെ അവകാശങ്ങൾ നൽകാതെ, തന്റെ കടമ നിർവഹിക്കാതെ തഹജ്ജുദിലും ഖിയാമുൽ ലൈലിലുമായി സമയം കഴിച്ചു കൂട്ടുകയാണ്. പകൽ സമയം അദ്ദേഹത്തിന് നോമ്പാണ്. ഇങ്ങനെയുള്ള ശീലം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ തന്റെ ഭാര്യ എണ്ണ പുരട്ടാതെ, നല്ല വസ്ത്രം ഉടുക്കാതെ പ്രതിഷേധം അറിയിച്ചു. ഈ വിവരം തന്റെ അടുത്ത കൂട്ടുകാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അബൂദർദാന്റെ വീട്ടിൽ ഇങ്ങനെ അവര് തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല വസ്ത്രം ധരിക്കുന്നില്ല, എണ്ണ പുരട്ടുന്നില്ല. തന്റെ ഭർത്താവിനോടുള്ള പ്രതിഷേധം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. അബൂദർദാനെ വിളിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹോദരാ, ഇന്നലി ഐനിക അലൈക ഹഖ. നിനക്ക് നിന്റെ കണ്ണിനോട് ചില കടമകൾ നിർവഹിക്കാനുണ്ട്. നീ ഉറങ്ങണം, വല്ലാതെ ഉറക്കമിളക്കരുത്. വലി ജസദിക അലൈക ഹഖ. നിന്റെ ശരീരത്തോട് നീ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. വലി സൗജിക അലൈക ഹഖ. നിന്റെ ഇണയോട് നീ ചില കടപ്പാടുകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഫഅതി കുല്ലി ദി ഹഖിൻ ഹഖ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നീ നൽകണം എന്ന് പ്രവാചകൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണർത്തി. പ്രവാചകന്റെയും എത്രയോ ഇതുപോലെയുള്ള സാരോപദേശങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീ പുരുഷന്മാർ അവരുടെ രതിരഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ഏറ്റവും വലിയ നീചവൃത്തിയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കിടപ്പറയിലെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് നടുറോട്ടിലിട്ട് വ്യഭിചരിക്കുന്നവരെ പോലെയാണ്. ആളുകൾ കാണുക ഇണചേരുന്ന ആളുകളെ പോലെയാണ്
സ്വന്തം കിടപ്പറ രഹസ്യങ്ങളെ, രതിരഹസ്യങ്ങളെ മറ്റുള്ളവരുമായി പങ്കിട്ട് പരസ്യപ്പെടുത്തി അത് പറഞ്ഞു രസിക്കുന്ന ആളുകളുടെ ഉപമ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്ര ഗുരുതരമായ ഒരു പാപമായി, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉണർത്തിയത് എന്നാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുടുംബ ജീവിതത്തിലുള്ള സഹകരണത്തിന്റെ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൻ നിസാ ശഖായിഖു റിജാൽ, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്റെ പാതിയാണ് എന്നാണ്. സ്ത്രീകളും പുരുഷന്മാരും അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സ്നേഹത്തിലൂടെ, പരസ്പരമായ നല്ല സഹവർത്തിത്വത്തിലൂടെ മാത്രമേ സമാധാനപൂർണമായ ഒരു കുടുംബാന്തരീക്ഷം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഭാര്യമാർക്ക് വീട്ടിലെ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാകും. വീട്ടുജോലികൾ ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് അവശരായി നിൽക്കുന്ന അവരെ അംഗീകരിക്കാനും അവരെ സ്നേഹിക്കാനും പുരുഷന്മാർക്ക് കഴിയണമെന്ന് മാത്രമല്ല, അവരുടെ വീട്ടുജോലികളിൽ സഹകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ തന്റെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമയം കണ്ടെത്തിയിരുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് റസൂൽ വീട്ടിൽ വന്നാൽ ചെയ്യാറുള്ളത് എന്നാണ്. മാദാ കാന യസ്നഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്ത്, വീട്ടിൽ വന്നാൽ റസൂലിന്റെ പണി എന്താ എന്നാണ്. അവിടെയും ഖുർആൻ ഓതി അതുപോലെ ഇബാദത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നോ എന്നതാണ് ചോദ്യം. എന്നാൽ ആയിഷ ബീവി മറുപടി പറയുന്നത് നോക്കൂ. ഖാലത്, ആയിഷ ബീവി പറഞ്ഞു, കമാ യസ്നഉ അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും ചെയ്യുന്നത് പോലെ തന്നെയാണ് റസൂലുള്ളാഹിയും ചെയ്യാറുണ്ടായിരുന്നത് എന്നതാണ്. എന്തായിരുന്നു അത്? അവിടുന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്, യശീലു ഹാദാ വയഹുത്തു ഹാദാ വയഖദിമു ഫീ മിഹ്നതി അഹ്ലിഹി, ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടുവരികയും ചില കാര്യങ്ങൾ വെക്കേണ്ടടുത്ത് വെക്കുകയും വീട്ടിന്റെ തന്നെ കാര്യങ്ങൾ പ്രവാചകൻ നോക്കുകയും അതിന്റെ അടുക്കും ചിട്ടയിലും ശ്രദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടുജോലികളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സഹായിക്കുകയും ചെയ്യും. ഇതൊരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട, സഹകരണ മനസ്ഥിതിയോടുകൂടി ചെയ്യേണ്ട ഒരു നല്ല കാര്യമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുകയാണ്. വയഖ്തൗലഹുന്നല്ലഹം, അവർക്ക് വേണ്ടി മാംസം മുറിച്ചു കൊടുക്കും. വയുഖിമ്മുൽ ബൈത്ത്, പ്രവാചകൻ വീട് അടിച്ചു വാരി. നോക്ക്, നിങ്ങൾ ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നാൽ വീട് അടിച്ചു വാരുന്നു. ഇത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ചൂലെടുത്ത് അടിച്ചു വാരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? ഭാര്യമാരെ സഹായിക്കാൻ എന്ന നിലക്ക് തന്നെയെങ്കിലും വയുഈനുൽ ഖാദിമ ഫീ ഖിദ്മത്തിഹി, വേലക്കാരനെ തന്റെ ജോലിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിരുന്നു എന്നതാണ്. അപ്പോ ഇങ്ങനെ വീട്ടുകാര്യങ്ങളിൽ സഹകരിക്കുക എന്നത് ഭർത്താവിന്റെ ബാധ്യതയായി കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ സ്നേഹപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കാവണം. അവിടുന്ന് പറയുകയുണ്ടായി, ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയോട് കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, നിങ്ങളുടെ ഇണയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് ഏതെങ്കിലും സ്വഭാവം, വർത്തമാനം, സംസാരം, അവരുടെ പെരുമാറ്റം നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന എത്രയെത്ര അവസരങ്ങൾ, സന്ദർഭങ്ങളാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുപ്പിക്കുകയോ അവരോട് നിങ്ങൾ ദേഷ്യം പിടിക്കുകയോ ചെയ്യരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരെ ഉണർത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു അറാബിയുടെയും കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, നീറുന്ന പ്രയാസങ്ങളിൽ ഈ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നതാണ് ഒരു അറാബി. സ്വന്തം ഭാര്യ എപ്പോഴും തന്നെ ശകാരിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും തന്നെ വിലവെക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന കംപ്ലൈന്റ് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വീട്ടിലേക്ക് വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. പരാതി പറയാൻ വന്ന സ്ഥലം അതിനേക്കാൾ
ഗൗരവത്തിലാണ് അദ്ദേഹം കാണുന്നത്. തന്റെ ഭാര്യ തന്നോട് സംസാരിക്കുന്നതിനേക്കാൾ വലിയ ശബ്ദവും ഉച്ചവും ബഹളവും ഒക്കെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് കേൾക്കാൻ ഇടവരുന്നത്. അദ്ദേഹം ചെന്ന് വാതിൽ മുട്ടിയതാണ് അപ്പോഴാണ് സംഭവം കേൾക്കുന്നത്. അങ്ങനെ ഇത് കേട്ടപ്പോ അദ്ദേഹം സംഗതി ഇവിടെ ബോധിപ്പിക്കേണ്ടതില്ല എന്ന നിലക്ക് മടങ്ങിപ്പോവുകയാണ്. തിരിച്ചുപോയ അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു വിളിച്ചു, സഹോദര, എന്താ നിങ്ങൾ മടങ്ങിപ്പോകുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? വരൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല അമീറുൽ മുഅ്മിനീൻ, എന്റെ കാര്യമൊക്കെ ശരിയായിരിക്കുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹം വിളിച്ചു വരുത്തി, എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, പറയൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കട്ടെ. അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു, ഞാനിങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ എന്നെ ശകാരിക്കുന്നത് സഹിക്കാൻ കഴിയാതെ, എന്നോടിങ്ങനെ അപമര്യാദയായി പെരുമാറുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാതെ നിങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിനേക്കാൾ വലിയതാണ് ഇവിടെ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം മടങ്ങിപ്പോകാൻ തീരുമാനിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചരികിലിരുത്തി സമാധാനിപ്പിച്ചു. എന്റെ ഭാര്യ എന്നോട് കയറക്കാറുണ്ട്, എന്നോട് ഉച്ചത്തിൽ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ അവര് ദേഷ്യം പിടിക്കാറുണ്ട്. പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടാവൂലേ? എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നോ? ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തഹമ്മൽതുഹാ ലിഹുഖൂഖിൻ ലഹാ അലയ്യ. ഞാൻ ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നോ? അവളോടുള്ള ചില കടമകൾ എനിക്ക് നിർവഹിക്കാനുണ്ട് എന്നതിന്റെ പേരിലാണ്. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിച്ചൂടെ അവളോട്? ഞാൻ അവിടെ ഭർത്താവല്ലേ, ഞാനാണല്ലേ, ഒരു പൗരുഷമുള്ള ആണത്വമുള്ളവനല്ലേ. പക്ഷേ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്നാണ്. ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നോ? അവളോടുള്ള ചില ബാധ്യതകൾ എനിക്ക് നിർവഹിക്കാനുണ്ട് എന്നതിന്റെ പേരിലാണ്. ഇന്നഹാ മുറബ്ബിയത്തുൻ ഔലാദി, എന്റെ മക്കളെ പോറ്റുന്നവളാണവൾ, എന്റെ മക്കളെ പോറ്റുന്നവളാണവൾ, സംരക്ഷിക്കുന്നവളാണവൾ എന്നതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ തബ്ബാഖത്തുൻ ലിതുആമി, എനിക്ക് ഭക്ഷണം ഒരുക്കി തരുന്ന പാചകക്കാരിയാണവൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് സഹിക്കുന്നത്. മുനല്ലിഫത്തുൻ ലിബൈതി, എന്റെ വീട് വൃത്തിയാക്കുന്ന, അതിനെ ശരിക്ക് സംരക്ഷിക്കുന്നവളാണവൾ, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഫഅനാ തഹമ്മലുഹാ ലിമാ ലാ അലയ്യ മിനൽ ഹുഖൂഖ്, ഇത്തരം ഇതുപോലെയുള്ള ഒരുപാട് കാരണങ്ങളാൽ അവൾക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടവനാണ് ഞാൻ എന്നതിനാൽ തൽക്കാലം അതൊക്കെ ഞാൻ ക്ഷമിക്കുകയാണെന്ന് റസൂല് പറഞ്ഞു. നോക്കൂ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസി തന്റെ വിശ്വാസിനിയായ സഹധർമ്മിണിയോട് ഒരിക്കലും കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, നിങ്ങൾ ചില കാര്യങ്ങൾ ഉറപ്പിച്ചേക്കാമെങ്കിലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട് എന്നാണ്. ഇനി നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം മകളെ വീട്ടിലേക്ക്, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ആയിഷ ബീവി ഒച്ചത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം പിതാവ് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ ഭയപ്പെടുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വീട്ടിലേക്ക് പ്രവാചകനോട് അനുവാദം ചോദിച്ച് കടന്നു വരുമ്പോൾ ഉച്ചത്തിൽ റസൂലിനോട് സംസാരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദമാണ് സ്വന്തം പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കേൾക്കാൻ കഴിഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്ത് വീട്ടിലേക്ക് കയറി ചെന്ന് നേരെ ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെല്ലുന്നത്. എന്തിന്? മകളെ ഗുണദോഷിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ. ആയിഷ ബീവിന്റെ നേരെ അടിക്കാൻ വേണ്ടി കൈയോങ്ങിക്കൊണ്ട് ചെന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടുത്തു. അരുത്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കാതെ, ഈ സംഭവത്തിൽ മകളോട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ നിൽക്കാതെ, റസൂലിനോടും സംസാരിക്കാതെ വീട് വിട്ടിറങ്ങിപ്പോയി. പിന്നെ കുറെ ദിവസങ്ങളോളം അങ്ങോട്ട് കയറി വരികയോ അവരോട് സംസാരിക്കുകയോ ചെയ്തില്ല എന്നാണ്. ഈ സംഭവം അങ്ങനെ കഴിഞ്ഞപ്പോൾ റസൂൽ ആയിഷ ബീവിനോട് പറയുന്നത് എന്താ നോക്കൂ നിങ്ങൾ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാണ്, ബാപ്പ അടിക്കാൻ വന്നപ്പോ റസൂല് ഇടയിൽ കയറി നിന്ന് തടുത്തതാണ്. തടുത്തു കഴിഞ്ഞിട്ട് പിതാവ് ഇറങ്ങിപ്പോയപ്പോ റസൂൽ ആയിഷ ബീവിനോട് പറഞ്ഞു, നോക്കൂ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൈഫ റഅയ്തനി അൻഖദ്തുക മിനർ റജുൽ, നിന്നെ അടിക്കാൻ വന്ന നിന്റെ ബാപ്പാന്റെ അരികിൽ നിന്ന് എങ്ങനെയാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് നീ കണ്ടില്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു തമാശയാക്കി.
നിന്റെ ബാപ്പാന്റെ അടുത്ത് നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർക്കിടയിലുള്ള പിണക്കങ്ങൾ തീർന്നു എന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല, അനുവാദം ചോദിച്ച് വീട്ടിലേക്ക് കയറി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ഖലാനി ഫീ സിൽമികുമാ കമാ അദ്ഖൽതുമാ ഫീ ഹർബികുമാ. നിങ്ങളുടെ യുദ്ധസമയത്ത് നിങ്ങൾ എനിക്ക് അനുമതി തന്നതുപോലെ തന്നെ നിങ്ങളുടെ സന്ധി സമാധാന വേളയിലും എനിക്കിതാ നിങ്ങൾ അനുവാദം തന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഫഅൽനാ ഖദ് ഫഅൽനാ ഖദ് ഫഅൽനാ. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്, അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു കുടുംബമാകുമ്പോൾ സംസാരം ഉച്ചത്തിലാകും, അങ്ങോട്ടും ഇങ്ങോട്ടും കയർക്കേണ്ടി വരും, ഇടക്കിടക്ക് ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും, പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകും. ഇത് എങ്ങനെ ഭർത്താക്കന്മാർ കൈകാര്യം ചെയ്യണം എന്നതിന്റെ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, നീ എപ്പോഴാണ് ദേഷ്യം പിടിക്കാമെന്നും നിനക്കെപ്പോഴാണ് നല്ല തൃപ്തി ഉള്ളതെന്നും എനിക്കറിയാം. ആയിഷ ബീവിനോട് റസൂലുള്ള പറയാം, അതെങ്ങനെയാ നബിയെ നിങ്ങൾക്കറിയാം? നിനക്ക് നിന്റെ മനസ്സിൽ എന്നോട് എപ്പോഴാ ദേഷ്യമുള്ളത് എനിക്കറിയാം. അത് ഗൈബ് അറിഞ്ഞിട്ട് വഹീ മുഖേനയൊന്നും അല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹധർമ്മിണിയുമായുള്ള ഇടപഴകലിലൂടെ, അവിടുത്തെ സംസാര ശൈലിയിലൂടെ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളത് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ പ്രത്യേകമായ ഒരു ഭാഷയുണ്ടായിരിക്കണം. ഭാര്യക്കും ഭർത്താവിനും അവരവരുടേതായ ഒരു സംസാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ലോകമുണ്ടാകണം എന്നതിനുള്ളൊരു ഉദാഹരണം ഈ സംഭവം എന്ന് തോന്നുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ ഇദാ കുന്തി റാദിയ, നീ എന്നെ കുറിച്ച് സംതൃപ്തയാണെങ്കിൽ നീ ഇങ്ങനെ പറയും, ഫഇന്നക തഖൂലിൻ ലാ വറബ്ബി മുഹമ്മദ്. നിന്റെ സംസാരത്തിൽ എനിക്ക് കേൾക്കാൻ കഴിയും, ലാ വറബ്ബി മുഹമ്മദ്, ലാ വറബ്ബി മുഹമ്മദ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നീ പറയുമ്പോ എനിക്ക് ഉറപ്പിക്കാൻ നിനക്ക് നല്ല മൂഡിലാണ്. ഇപ്പൊ നീ എന്നെ കുറിച്ച് നല്ല സംതൃപ്തയാണ് എന്ന് എനിക്ക് അറിയാൻ കഴിയും. വൈദാ കുന്തി ഖലബി, നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിൽ കുൽത്തി, നീ പറയും ലാ വറബ്ബി ഇബ്രാഹിം. പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിലാണ് ലാ വറബ്ബി ഇബ്രാഹിം, ലാ വറബ്ബി ഇബ്രാഹിം എന്നല്ലേ നീ പറയുക? ആയിഷ ബീവി ഇത് കേട്ട് അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു, അജൽ വല്ലാഹി യാ റസൂലല്ലാഹ്, അജൽ വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ദേഷ്യം പിടിക്കുമ്പോ നിങ്ങളെ പേരല്ലാതെ ഞാൻ ഒഴിവാക്കാറില്ല, ഞാൻ ഇബ്രാഹിം നബിന്റെ പേര് പറയും. ഈ സംഭവം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ശരിക്ക് ഒരു ഭാര്യക്കും ഭർത്താവിനും അവർക്ക് സംതൃപ്തിയുള്ള സമയം, അവർക്ക് സന്താപത്തിന്റെ സമയം, ദുഃഖത്തിന്റെ സമയം, സന്തോഷത്തിന്റെ സമയം, വെറുപ്പിന്റെയും കോപത്തിന്റെയും സമയം എപ്പോഴാണെന്ന് പോലും പരസ്പരമുള്ള ബന്ധത്തിലൂടെയും ഇടപഴകലുകളിലൂടെയും അടുത്തറിയാനാകണം എന്നത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ട കടമകൾ നിർവഹിച്ചു കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭർത്താവ് തന്റെ കടമകൾ ഭാര്യയോട് നിർവഹിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഭാര്യ തന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒരു ഭാര്യ ഭർത്താവിനോട് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സർവശക്തനായ തമ്പുരാൻ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, കരുണാമയനായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഞങ്ങൾക്ക് നീ അനുഗ്രഹവും നിന്റെ അരികിൽ നിന്നുമുള്ള പ്രത്യേകമായ കാരുണ്യവും നൽകണമേ. ഞങ്ങളുടെ മക്കളിലൂടെയും ഞങ്ങളുടെ ഇണകളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, പോരായ്മകൾ നിന്റെ മഹതായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷകരമാക്കി അനുഗ്രഹിക്കണമേ. മരിച്ചവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടുകാരനായ മൊയ്തീൻ കുട്ടി സാഹിബ് കഴിഞ്ഞ ആഴ്ച മരിച്ചു.
പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവശക്തനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.